നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആരോ ദർശനെ ചതിച്ചതാ. അല്ലാതെ ദർശന ഇങ്ങനെ ഒരു കൊലപാതകം ഒന്നും ചെയ്യില്ല. യതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ചേച്ചിയെ വിളിച്ചോളാം. യതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. വക്കീലും പവിത്രനും ഉടനെ എത്തും. നമുക്ക് ഉടനെ സ്റ്റേഷനിലേക്ക് പോണം. വക്കീൽ എന്താ പറഞ്ഞത്? ജാമ്യം കിട്ടുമോ? അതൊന്നും അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ അറിയൂ. അമ്മേ, ദേ കർണ സാർ വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതെല്ലാം ആ CI സാമുവലിന്റെ ചതിയാ. പോലീസുകാർ ദർശനയും കൊണ്ട് ഇവിടെ വന്നു. തെളിവെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ? മിന്നൽ രാജുവിന്റെ മൊബൈൽ ഫോൺ ഞങ്ങളുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. എങ്കിൽ ഒന്നും ആലോചിക്കണ്ട. അത് ആ CI സാമുവൽ തന്നെ കൊണ്ടുവച്ചതായിരിക്കും. അയ്യോ, അയാളൊരു പക്ക ഫ്രോഡാ. അതിവിടെ വന്നപ്പോഴേ മനസ്സിലായി. വളരെ മോശമായിട്ടാ അയാൾ പെരുമാറിയത്. ഒരു കാര്യം വളരെ ക്ലിയറാ. ഈ കേസിൽ ദർശനെ കൊടുക്കാൻ അയാൾ ആരുടെയോ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അയാളെല്ലാം നന്നായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ കളിക്ക് ഇറങ്ങിയത്. ഒരു കാരണവശാലും ഞാനിതിൽ ഇടപെടരുതെന്ന് അയാൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി SP-യെ സ്വാധീനിച്ച് എന്നെ വേറൊരു കേസിന്റെ കാര്യം ഏൽപ്പിച്ചു. എത്രയും പെട്ടെന്ന് ദർശനെ ജാമ്യത്തിലിറക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ദർശനയുടെ IPS എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ക്രിമിനൽ കേസിൽ പ്രതിയായ പിന്നെ ദർശനയുടെ സ്വപ്നം നടക്കില്ലല്ലോ. അതവർക്കറിയാം. രൂപേഷേ, നമുക്ക് ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. CI സാമുവൽ ദർശനയും കൊണ്ട് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് മിന്നൽ രാജുവിന്റെ ആ കൊലപാതകം നടന്നിരിക്കുന്ന അതേ കെട്ടിടത്തിലേക്കാണ്. അവിടുത്തെ തെളിവെടുപ്പും കഴിഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കും അവിടെ എത്തണം. പെട്ടെന്ന് റെഡിയായിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് മാറി നിൽക്ക്. എന്തായി? ഇന്നെങ്ങനെ തീരോ? ഇല്ല, കുറച്ചുകൂടി സമയം പിടിക്കും സാർ. 1-2 ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടെയാണ് കുറ്റവാളി കൃത്യം ചെയ്തിരിക്കുന്നത്. അയാൾക്ക് 1-ലധികം സഹായികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം 2-ലധികം ആളുകളുടെ ഫിംഗർ പ്രിന്റ്സ് നമുക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്.
ഇത് അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന മരുന്നാണല്ലോ. വാ നടക്ക് പോവാം. എന്താ സർ, തെളിവെടുപ്പ് കഴിഞ്ഞോ? എന്നോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഓ, എല്ലാം സാറിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അല്ലേ? ദേ അധികം വിളച്ചെടുക്കല്ലേ. സ്റ്റേഷനിൽ ചെല്ലട്ടെ, കാണിച്ചു തരാം ഞാൻ. ഇതേ വാടി ഇങ്ങോട്ട്. നടക്ക, നടക്കാൻ. അവിടെ കിടക്ക്. ഇനി നിന്റെ ജീവിതം ഈ ഇരുമ്പഴിക്കുള്ളിലാ. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ. മുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ട്. കേരള പോലീസ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലൊരു CI മാത്രമല്ല. ഇതുവരെ നീ അറിഞ്ഞതും കേട്ടതൊന്നും അല്ല യഥാർത്ഥ പോലീസെന്ന്. നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. ഒറ്റ ജീവനോടെ ഒരുത്തനെ കൊന്നു തള്ളിട്ട് നിന്ന് ന്യായം പറയുന്നോ? നിങ്ങൾ ആരാ? ന്യായത്തിന്റെയും അന്യായത്തിന്റെയും ഹോൾസെയിൽ ഡീലറോ? മിന്നൽ രാജുവിന്റെ കൊലപാതകം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുക. അതെ, മനഃപൂർവ്വം ഞങ്ങള് അങ്ങനെ തന്നെ ചെയ്യ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഈ ലോക്കപ്പിൽ ഇടാൻ സാധിച്ചു. പക്ഷെ എപ്പോഴും അത് സാധിക്കില്ല. അത് ഓർക്കുന്നത് നല്ലതാ. ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി എക്സാം എഴുതി പാസ്സായെന്ന് കരുതി നീ സ്വയം IPS കാരിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണോ? ഈ ജന്മത്ത് നിന്റെ ആ മോഹം നടക്കില്ല. എനിക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതായിരിക്കും സർ. നിങ്ങൾക്കോ നിങ്ങളുടെ പിന്നിലുള്ളവർക്കോ അത് തടയാൻ സാധിക്കില്ല. നടക്കാൻ പോകുന്ന എന്താണെന്ന് ഇപ്പോഴും നിനക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. തൽക്കാലം നീ ഇവിടെ കിടക്ക്. അമ്മേ, സർ, വാ. സാർ, CI സാറല്ലേ? അകത്തുണ്ട് സാർ. ആരാ ദർശനെ അറസ്റ്റ് ചെയ്തത്? എല്ലാം CI സാർ നേരിട്ടായിരുന്നു. ഈ ദർശനെയാണ് കൊന്നതെന്നുള്ളതിന് ഐ വിറ്റ്നസ് ആരെങ്കിലും ഉണ്ടോ? സാഹചര്യ തെളിവുകൾ അവർക്കെതിരായിരുന്നു സാർ.